സമയത്ത് ഉഹദ് മല ഒന്ന് വിറച്ചു എന്നാണ്. ആ വിറച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉസ്കുത് യാ ഉഹദ്, നീ ഒന്ന് അടങ്ങണം ഉഹദേ, നിന്റെ മുകളിലുള്ളത് ഒരു നബിയും 2 ഷഹീദുകളുമാണ്. അന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവർ മുകളിൽ കയറിയപ്പോഴാണ് പറഞ്ഞത് നബിയും 2 ഷഹീദുകളാണുള്ളത്. അതായത് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പിന്നീട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവും ഷഹീദാവും, ശത്രുക്കളുടെ കരങ്ങളാൽ ഷഹീദാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, സ്വഹാബത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഉഹദ് അതിൻ്റെ ഒരു ബഹുമാനം നിലക്ക് അത് ചെയ്തതൊന്ന് വിറച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ് ഉസ്കുത്ത് യാ ഉഹദ്. എന്ന് മാത്രമല്ല, ഉഹദ് യുദ്ധം നടന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടിയ യുദ്ധമാണല്ലോ. ഉഹദ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ചെറിയൊരു ക്ഷീണം ഉണ്ടായൊരു യുദ്ധമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടിയ സമയത്ത് ഉഹദിൻ്റെ ഒരു ഭാഗത്തായിരുന്നു അവിടുന്ന് കൊണ്ടിരുത്തിയത്. ആ സ്ഥലങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു വണ്ടിയിൽ പോകും. ആ സ്ഥലമൊക്കെ സന്ദർശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന സ്ഥലവും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇരുന്ന സ്ഥലത്തുള്ള നല്ല ഇപ്പോഴും കസ്തൂരിയുടെ വാസനകളെ